ഈ എ.ഐ എത്രത്തോളം ഡേഞ്ചറാണെന്ന് അറിയോ? ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എ.ഐനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എ.ഐ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ചെറിയ കാര്യത്തിനാണെങ്കിലും നമ്മൾ എ.ഐനെ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കണ്ടന്റ് റൈറ്റേഴ്സിന്റെ ഒക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ എല്ലാവരും ചിന്തിച്ച് സെർച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കണ്ടന്റ്സ് റൈറ്റ് ചെയ്യുക, കണ്ടന്റ് കണ്ടുപിടിക്കുക. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ChatGPT സെർച്ച് ചെയ്ത് ഇഷ്ടംപോലെ കണ്ടന്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിസൈനേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആനന്റെ പുറത്ത് ഒരു പൂച്ചനെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഫോട്ടോഷോപ്പിൽ അത് മാനിപ്പുലേറ്റ് ചെയ്തെടുത്ത് ലൈറ്റിംഗ് കറക്റ്റ് ആക്കി ഷാഡോസ് കറക്റ്റ് ആക്കി നമ്മളതിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു ഔട്ട് കിട്ടും. ആ ഔട്ടിൽ നമ്മൾ നല്ല സാറ്റിസ്ഫൈ ആവും ചെയ്യും. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതിനുള്ള വാല്യൂ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഫോട്ടോഷോപ്പിലിട്ട് മാനിപ്പുലേറ്റ് ചെയ്യില്ല. നമ്മൾ നേരെ പ്രോംപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക. ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇത് ബാക്കിയുള്ളവർ കാണുമ്പോൾ ഇത് AI ആണെന്നുള്ള ഫീൽ വരും ചെയ്യും. ഇപ്പോഴത്തെ വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പോസ്റ്റർ ഉണ്ടാക്കാം, എല്ലാവർക്കും വീഡിയോ എഡിറ്റ് ചെയ്യാം, എല്ലാവർക്കും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആളുകൾ ഏറ്റവും കൂടുതൽ പേ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഐഡിയാസിന് വേണ്ടിയിട്ടാണ്. ഒരാളുടെ ഐഡിയ എന്നുള്ളത് അത്രത്തോളം വാല്യൂ ഉള്ളതാണ്. എന്നാൽ ഇന്ന് ഐഡിയാസിന് അധികം വാല്യൂ ഇല്ല. കാരണം ഒരുവിധം ഐഡിയാസും ജനറേറ്റ് ചെയ്യുന്നത് AI യൂസ് ചെയ്തിട്ടാണ്. ഇതിന്റെ മെയിൻ പ്രശ്നം എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരാൾ AI യൂസ് ചെയ്യാതെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ഈ AI എന്ന് പറഞ്ഞ സാധനം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മളെ കാര്യങ്ങൾ ചെയ്യും? കാരണം നമ്മൾ AI കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ടെക്നിക്കൽ സ്കിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.